കാഞ്ഞിരക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഏറ്റവും ഒരു അനുഗ്രഹീതമായ ഒരു ദിവസം തന്നെയാണ്. ഇന്ന് ഭഗവാന്റെ പള്ളിവേട്ടയ്ക്ക് അവതാരം ചാർത്താനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ അനിയനാണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട്. അപ്പോൾ കുറച്ച് 6 വർഷത്തിന് മേളിലായിട്ട് തെക്കേച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും പള്ളിവേട്ട ചെയ്യാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഭഗവാന്റെ ശിവരൂപം കിട്ടിക്കൊണ്ടുള്ള ഒരു പള്ളിവേട്ട, ഭഗവാന്റെ ആ ഒരു പള്ളിവാട്ടയിൽ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടിയതിൽ വളരെ അഭിമാനം കൊള്ളുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ അമ്പലത്തിൽ ചെയ്യുന്ന ഞങ്ങളുടെ ചടങ്ങുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് പള്ളിവേട്ടയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങൾ കണ്ടു നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ കാഴ്ചകളിലേക്ക് പോയാലോ? വായോ. ഉത്സവ ദിനങ്ങളിലും കൊടിയേറ്റ്, പള്ളിവേട്ട, ആറാട്ട്, ആ മൂന്നിനും അതീവ പ്രാധാന്യമുള്ള ഒരു യോഗമാണ്. അവനവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയുടെ ഒരു ഉദ്ധാപനമാണ് കൊടിയേറ്റ്, അമൃതവർഷ പ്ലാവനം. ആ നിറഞ്ഞു കവിയുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്ന ആ കൊടിയേറ്റെന്ന കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള്ളിവേട്ടയാണ്. ആ പള്ളിവേട്ടയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ശ്രീഭൂതബലി, സർവചരാചരങ്ങൾക്കും സർവഭൂതഗണങ്ങൾക്കും നാഥനായിരിക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ ഭൂതഗണങ്ങൾക്ക് ബലി തൂകുന്ന ചടങ്ങാണ്. അത് ഇന്ദ്രനാദിയായിട്ടുള്ള അഷ്ടദിക്പാലകന്മാർക്കും സപ്തമാതൃക്കൾക്ക്, കുബേരനടക്കമുള്ള മറ്റ് ഭൂതാദിയായിരിക്കുന്ന ദേവതകൾക്ക് എല്ലാം പാണികൊട്ടി ആ ദേവതയുടെ ആഹ്വാനത്തെ അറിയിച്ച് അതിനുശേഷം ബലികർമ്മങ്ങൾ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു യോഗം. ആ ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് ക്ഷേത്ര ദേശാധിപത്യം വഹിക്കുന്ന ആ ദേശത്തെയും ആ ക്ഷേത്രത്തെയും സംരക്ഷിക്കുന്ന ക്ഷേത്രപാലൻ എന്ന ആ മൂർത്തിക്ക് ഏറ്റവും അവസാനം ബലി തൂകി ബാക്കി വരുന്ന ഹൗസ ക്ഷേത്രപാലനെ ഏർപ്പെടുത്തി ഇനി നമ്മളുടെ ആചാരങ്ങളിലോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളിലോ ബലിതൂകലിലോ ആ മന്ത്രാതരംഗങ്ങളിലോ പെടാതെ ഏതെങ്കിലും ഭൂതഗണങ്ങളോ വിംശത് ഭൂതഗണേപ്യോ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന മറ്റ് ഭൂതഗണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം സമഷ്ടിയായി സങ്കല്പിച്ച് ക്ഷേത്രപാലങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിവേട്ട പുറപ്പാടാണ്. ദേവചൈതന്യങ്ങൾ അകത്ത് നമ്മൾ പ്രതിഷ്ഠിതമാക്കിയിരിക്കുന്ന ഈശ്വരീയമായ ചൈതന്യം നമ്മളിലേക്ക്, ആ ജനപദങ്ങളിലേക്ക് ഇറങ്ങി അവനവനിൽ ഉറവായി വരുന്ന മൃഗീയമായ വാസനകളെ വേട്ടയാടി ഇല്ലാതാക്കുക. എന്നിട്ട് ഐശ്വര്യമായൊരു നല്ല മനസ്സിനും നല്ലൊരു ധർമ്മത്തിനും ഉടമയാക്കിയെടുക്കുന്നൊരു പ്രക്രിയയാണ് പള്ളിവേട്ട. ആ വേട്ടയെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളതല്ല എൻ്റെ സങ്കല്പം. അതിനകത്ത് അവനവനിൽ ഉറങ്ങിക്കൂടുന്ന ആ മൃഗീയ വാസനകളെ ഇല്ലാതാക്കി ഈശ്വരീയമായൊരു ശ്രദ്ധയെ നിറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് പള്ളിവേട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മൃഗീയ വാസനകളെ ഇല്ലാതാക്കി വേട്ടയാടിക്കൊണ്ടുവരുന്ന ആ ഒരു മൃഗങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഓരോ മൃഗങ്ങളെ ഹിംസിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് നമ്മളിൽ ഓറിക്കൂടുന്ന ദേശാന്തരീക്ഷത്തിലും ദേശജനങ്ങളിലും ജീവജാലങ്ങളിലും ഊറിക്കൂടുന്ന മൃഗീയ വാസനകളെ എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത ചിന്താഗതികളും പ്രവൃത്തി നൈപുണ്യങ്ങളും ഇതെല്ലാം ഒന്ന് മാറി ഈശ്വര്യമായൊരു ഐശ്വര്യപ്രദമാക്കുന്ന ഒരു ചടങ്ങാണ്. തിരിച്ചു കയറി വന്നു കഴിഞ്ഞിട്ട് ആ ദേവനെ തിരിച്ച് ശ്രീകോവിലേക്ക് യോജിപ്പിക്കില്ല. അവിടെ മണ്ഡപത്തിൽ അതിന് പ്രത്യേക വേദി ഉണ്ടാക്കി ശയ്യാവൽപ്പങ്ങളെ ഉണ്ടാക്കി അവിടെ ശയിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വേട്ട കഴിഞ്ഞ് ദേവൻ്റെ ആ ചൈതന്യം ആ ദേവൻ ആ വനത്തിൽ തന്നെ അധിവസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സങ്കല്പമാണ് അവിടെ. പള്ളിവേട്ട കഴിഞ്ഞ് വന്നിട്ട് ശയ്യാപൂജയിലൂടെ അവിടെ നിദ്ര ശയിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടാകുന്നത്. പിന്നെ രാവിലെ അതിൻ്റെ കലശങ്ങളും കാര്യങ്ങളും വിഷയങ്ങളും കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ബിംബത്തിലേക്ക് യോജിപ്പിച്ചിട്ട് വീണ്ടും അതിൻ്റെ ക്രിയാമാർഗങ്ങളിലൂടെ പള്ളി ആറാട്ടിന് പുറപ്പെടുന്ന സമയത്ത് വീണ്ടും ഭൂതഗണങ്ങൾക്ക് ഒരാവർത്തിയായിട്ട് ബലി തൂകി അങ്ങ് പോവുകയാണ്. ആറാടി കഴിഞ്ഞ് തിരിച്ച് വന്നു കയറി കലശവാടി വീണ്ടും ഒരു യോഗാവസ്ഥയിൽ നിന്ന് പ്രവേശിപ്പിച്ചിട്ട് അതിൽ നിന്ന് പടിപടിയായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ആ ചൈതന്യത്തിൻ്റെ ഒരു പരിപോഷിപ്പിക്കലാണ് പിന്നെയുള്ള നിത്യനിധാനങ്ങൾ.
ഉത്സവം കൊടിയേറി ആറാട്ട് കഴിഞ്ഞ് കൊടിയിറക്കി മംഗളപൂജയിൽ ഭാഗവാക്കുകളാകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും അവരിലൂടെ അവരുടെ സന്തതി പരമ്പരകൾക്കും ആ ചൈതന്യം നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.